വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂസ് ആണ് കേട്ടോ. ഇത് ഡേ 2 ആണ് ഇന്ന്. ഞങ്ങളിന്ന് ലാസ് വേഗസിൽ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. ഇപ്പോൾ രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് ഞാനൊരു വീഡിയോ എടുത്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുറേ കാഴ്ചകളുമായിട്ട് ഉള്ള വീഡിയോ ആണ് ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞങ്ങളെപ്പോഴും പുറത്ത് പോകുമ്പോഴും തിരിച്ച് ഹോട്ടലിൽ വരുമ്പോഴും ഞങ്ങൾ ഈ കാസിനോയുടെ മുന്നിൽ കൂടെയാണ് വരുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു നമുക്കൊന്ന് കളിക്കാം, നമ്മൾ ഇതുവരെ ഒന്ന് കളിച്ചില്ലല്ലോ എന്ന്. സാധാരണ ഇവിടെ ലാസ് വേഗസിൽ വരുന്നവരെല്ലാം കാസിനോ കളിക്കാനാണ് വരുന്നത്. രാത്രി ഈ ഹാൾ മൊത്തം ഫുള്ളാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ജസ്റ്റ് ഒന്ന് കളിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വെറുതെ ഒരു $20 ഒന്ന് കളിക്കുകയാണ് കേട്ടോ, ഒരാഗ്രഹത്തിന്. ഇതിന് മുമ്പ് നമ്മൾ കളിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ ചിലർക്ക് ഭയങ്കര ക്രേസാണ് ഇത്. അവർ ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് വെച്ച് കളിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചിലവർ ഒരുപാട് വിൻ ചെയ്യുന്നതും ഉണ്ട്, കാശടിക്കുന്നവരുണ്ട്, ലോട്ടറി പോലെയാണ്. അങ്ങനെ ഞങ്ങൾ അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ഹോട്ടൽ പാരീസിലോട്ടാണ് ഞങ്ങൾ ഇന്ന് കാണാൻ വേണ്ടി പോയത്. അപ്പോൾ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഐഫിൾ ടവർ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ അതിൻ്റെ ഒരു മോഡൽ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്തോട്ട് പോവുകയാണ്. കാണാൻ നല്ല രസമാണ്. പിന്നെ ഓരോ ഹോട്ടലിനും നമ്മൾ നോക്കുമ്പോഴും ഒരു എൻട്രൻസ് അല്ല ഉള്ളത്. അതിൻ്റെ 4 വശത്തും അകത്ത് കയറാനുള്ള എൻട്രൻസും ഉണ്ട്, എക്സിറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും നമുക്ക് അകത്തോട്ട് കയറാം. പിന്നെ ഈ പാരീസ് ഹോട്ടലിൻ്റെ ഒരു ആർട്ട് വർക്ക് എന്ന് പറയുന്നത് നല്ല അമേസിങ് ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള അത് ചിലപ്പോൾ അവരുടെ പാരീസിൻ്റെ ഒരു സ്റ്റൈലിൽ കൊടുത്തിരിക്കുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അകത്തോട്ടൊന്ന് കയറി. പിന്നെ നമ്മൾ താമസിക്കുന്ന ബെല്ലാജിയോ ഹോട്ടലിൽ നിന്നും എനിക്ക് തോന്നി കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. കാരണം നമ്മൾ കയറിയപ്പോൾ തന്നെ ഫുഡിൻ്റെ ഒരുപാട് ഡിസ്പ്ലേസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ വാളിൽ മൊത്തം അതിൻ്റെ ഫോട്ടോസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെയാണ് മനസ്സിലായത്, കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് സെലിബ്രിറ്റി ഷെഫുമാരുടെ റെസ്റ്റോറൻറ്റ്സ് ഇതിൻ്റെ അകത്തുണ്ട്. റെസ്റ്റോറൻറ്റ്സാണ് കൂടുതലും ഇതിൻ്റെ അകത്തുള്ളത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫുൾ ഭംഗി എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം നമ്മളൊരു ക്യാമറയോ ഒരു വീഡിയോ വെച്ച് ഒപ്പിയെടുക്കാൻ പറ്റുന്നതല്ല, അത്രയ്ക്ക് നീണ്ടാ കിടക്കുന്ന. പിന്നെ ഐഫിൾ ടവർ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ അതിൽ അവർ ബാർകോഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് റിസർവ് ചെയ്യാം സീറ്റ്, പിന്നെ മെനു ചെക്ക് ചെയ്യാം. ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് ബുക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ രാത്രി ഇവിടെ ഫുള്ളാണ്. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളും ഇവിടുത്തെ സെലിബ്രിറ്റി ഷെഫുമാരുടെ ഫുഡ് കഴിക്കാനായിട്ടാണ് കൂടുതൽ ആൾക്കാരും ലാസ് വേഗസിലോട്ട് വരുന്നത്. നല്ല എക്സ്പെൻസീവുമാണ് കേട്ടോ ഫുഡിനൊക്കെ. അപ്പോൾ ഇവിടുത്തെ ഫേമസ് ഷെഫുമാരെന്ന് പറയുന്നത് മാർത്ത സ്റ്റുവേർട്ട്, പിന്നെ ഗോർഡൻ റാംസേ, പിന്നെ നോബു, ഇതൊക്കെയാണ്. അപ്പോൾ ഗോർഡൻ റാംസയുടെ എല്ലാവർക്കും അറിയാം, TV ഷോയൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഫേമസ് ജാപ്പനീസ് അവാർഡ് വിന്നിങ് പേഴ്സണാണ് നോബു എന്ന് പറയുന്നത്. അപ്പോൾ അയാൾക്കുമുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള ഹോട്ടലുകളിലെല്ലാം ഇതിപ്പം പാരീസ് ഹോട്ടലിൽ, പിന്നെ വേറെ സീസർ ഹോട്ടൽ, പിന്നെ പ്ലാനറ്റ് ഹോളിവുഡ് എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്. അപ്പോൾ ഇവിടെ ഇവർക്ക് എല്ലാവർക്കും റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവരുടെ പേരിൽ തന്നെയാണ് റെസ്റ്റോറൻറ്റ്സ് ഉള്ളത് കേട്ടോ. നോബു, ഗോർഡൻ റാംസേ എന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ ഈ ഗോർഡൻ റാംസേ സ്റ്റേക്കിലാണ്, ഈ പാരീസ് ഹോട്ടലിൽ സ്റ്റേക്കാണ് അയാളുടെ ഫേമസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറെ ഒരു സീസർ പാലസ് എന്ന് പറഞ്ഞുള്ള ഒരു ഹോട്ടലിൽ ബർഗറാണ് കൊടുത്തിട്ടുണ്ട്. അയാളുടെ ബർഗറാണ് ഫേമസ് ആയിട്ട് വെച്ചിരിക്കുന്നത്.
പിന്നെ ഇതിൻ്റെ അകം കാണാൻ നല്ല സൂപ്പറായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ കുറേയൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം അങ്ങനെ കാണിച്ചാൽ എല്ലാവർക്കും ബോറിങ്ങും ആയിരിക്കും. ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ഞാൻ പിന്നെ ഇങ്ങനെ കാണിക്കാതെ ഞാൻ ഒരുപാട് കട്ട് ചെയ്ത് കളഞ്ഞാണ് ഞാൻ കാണിക്കുന്നത്. ജസ്റ്റ് നിങ്ങളെ ഒന്ന് കൂടെ ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇതും ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഇതും ഒരു വാൻഡപ്പം ലിസ എന്ന് പറഞ്ഞ അവരുടെ ഒരു ഷെഫിൻ്റെ, ദ ഫേമസ് സെലിബ്രിറ്റി ഷെഫായ ലിസയുടെ റെസ്റ്റോറൻ്റാണ്. അവർ കോക്ടെയിലാണ് അവർ ഫേമസ് അതിൽ. അപ്പോൾ അവരുടേതാണിത്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോവാം, ശരിക്കും അകത്ത് കയറാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെയിറ്റിങ്ങിൽ നിന്നിട്ട് ആൾക്കാർ ഇറങ്ങുമ്പം കയറണം. അപ്പോൾ ഒരുപാട് ടൈം എടുക്കും. പിന്നെ നമ്മൾ ഓരോ അടുത്ത് നിന്നും ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാരണം അതിൻ്റെ ഭംഗി കണ്ടാൽ നമ്മൾ ഫോട്ടോ എടുത്തു പോവും. അത്രയ്ക്ക് ഭംഗിയായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്ത് ഓരോ കാഴ്ചകളെല്ലാം കണ്ടു, ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത്. കാരണം നമ്മൾ ഇനി എന്നാണ് വരുന്നത്, പക്ഷേ ഞങ്ങൾ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. എങ്കിലും ഈ പറയുന്ന പോലെ അതിപ്പം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് സ്പാ ആൻഡ് സലൂണുണ്ട്, പിന്നെ ആയുർവേദിക് മസാജുണ്ട്. അത് സെക്കൻഡ് ഫ്ലോറിലാണ്, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ കുറേ ഷോപ്പിംഗ്, ബ്രാൻഡഡ് നെയിമിലുള്ള ബാഗുകൾ, ലൂയി വിത്തോൺ, അങ്ങനെയൊക്കെയുള്ള കുറേ ബ്രാൻഡഡ് ഷോപ്സ് ഉണ്ട് ബാഗിൻ്റെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് നോബുയുടെ റെസ്റ്റോറൻ്റാണ്, ജാപ്പനീസ് ഷെഫിൻ്റെതാണ്. അങ്ങനെ ബോബീസ് ബർഗർ എല്ലാം സെലിബ്രിറ്റി ഷെഫുമാരുടെ റെസ്റ്റോറൻ്റാണ് കേട്ടോ ഇതിൻ്റെ അകം മൊത്തം. അങ്ങനെ പിന്നെ അവരുടെ മെനു ഇങ്ങനെ വെളിയിൽ ഡിസ്പ്ലേ ചെയ്തേക്കും, അതാണ് നിങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഉള്ളത് എന്നുള്ളത്. അടുത്ത ഫോട്ടോ സെക്ഷനാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഇതും വേറെ ഒരു റെസ്റ്റോറൻറ്റിൽ ഉള്ളതാണ്, നമ്മളിങ്ങനെ നടന്നു പോകുന്ന വെയിൽ. അങ്ങനെ കുറേയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ഇത്. അപ്പോൾ കാരണം ലാസ് വേഗസിലൊക്കെ വരാത്തവർക്കാണെങ്കിൽ ഒന്ന് കാണാമല്ലോ ഓരോ ഹോട്ടൽസും ഒക്കെ. സൂപ്പറാണ് കേട്ടോ, നല്ല കാഴ്ചയാണ്, എല്ലാം വളരെ ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ പിന്നും കുറേ നേരം കൂടെ ഓരോ ഷോപ്സിലും ഒക്കെ കയറി നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇതൊക്കെ ഷോപ്സാണ് കേട്ടോ പല, പക്ഷേ എല്ലാം നല്ല എക്സ്പെൻസീവുമാണ് കേട്ടോ. നമുക്ക് ചെന്ന് നമുക്ക് പ്രൈസ് നോക്കുമ്പോൾ മനസ്സിലാവും അത്. പിന്നെ ഇതും ഒരു ഫേമസ് സെലിബ്രിറ്റി ഷെഫാണ്. അപ്പോൾ ഇവരുടെയൊക്കെ തന്നെ റെസ്റ്റോറൻ്റാണ്, സാധാ ആൾക്കാരുടെ റെസ്റ്റോറൻറ്റ്സേ ഇല്ല കേട്ടോ. അങ്ങനെ അപ്പോൾ അവരുടെ റെസ്റ്റോറൻറ്റ്സ് കഴിക്കാൻ വേണ്ടി സെലിബ്രിറ്റീസ് വരാറുമുണ്ട്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ലാസ് വേഗസിലൊക്കെ വരുന്ന സെലിബ്രിറ്റീസ് ഇവരുടെ റെസ്റ്റോറൻറ്റ്സിൽ പ്രത്യേകം ബുക്ക് ചെയ്ത് വരുന്നതാണ് കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇതിപ്പം പ്ലാനറ്റ് ഹോളിവുഡ് എന്ന് പറയുന്ന ഹോട്ടൽ ആൻഡ് റിസോർട്ടാണ്. അവിടെയും ഗോർഡൻ റാംസേയുടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, അത് ബർഗറാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കട്ടൗട്ട് കണ്ടപ്പോൾ ഞാൻ എടുത്തായിരുന്നു, ഇതാണ് അയാളുടെ റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ പേരിൽ തന്നെയാണ് ആ റെസ്റ്റോറൻ്റ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലെയിം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അയാളുടെ റെസ്റ്റോറൻറ്റിൻ്റെ വെളിയിൽ. അങ്ങനെ ഞങ്ങൾ കുറേ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വിചാരിച്ചു അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഒരുവിധം ഇങ്ങനെ കണ്ടു. പിന്നെ നമുക്ക് എല്ലാ ഹോട്ടൽസിലും കയറണമല്ലോ, അതുകൊണ്ട് നമ്മൾക്ക് ഒരുപാട് സമയമില്ല, അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് നീങ്ങുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ വിചാരിച്ചു അടുത്ത് നെക്സ്റ്റ് ഞങ്ങൾക്ക് M&M എന്ന് പറഞ്ഞ ചോക്ലേറ്റ് സ്റ്റോറുണ്ട്. M&M എന്നുള്ള ചോക്ലേറ്റ് സ്റ്റോർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണെന്ന്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് M&Mൻ്റെ ചോക്ലേറ്റ് വാങ്ങിച്ച് കഴിക്കാറുണ്ട്, പക്ഷേ ഇതിൻ്റെ സ്റ്റോറ് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അത് ഒരു 3 ഫ്ലോറിലായിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത്, ഒരു 3 നിലയായിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് വീണ്ടും ഞങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഓൺ ദി വേ ഞങ്ങൾ അതിൻ്റെ ലൊക്കേഷൻ ഒന്ന് നോക്കുകയാണ് എവിടെയാണെന്ന്. അപ്പോൾ ഇതെല്ലാം പാരീസ് ഹോട്ടലിൻ്റെ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ആ സൈഡിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അത് ഒരു എൻഡ് തൊട്ട് അടുത്ത എൻഡ് വരെ അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുവാണ്. അപ്പം നമുക്ക് തോന്നി ഇതിൻ്റെ ഇടയ്ക്ക് വേറെയാണെന്നല്ല, വേറെ റെസ്റ്റോറൻറ്റ്സ് ഒന്നുമല്ല. ഇതിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെത് തന്നെയാണ് കുറേ മൈലിങ്ങനെ കാണും കേട്ടോ. അപ്പോൾ ആൾക്കാരിരുന്ന് കഴിക്കുന്നതും എല്ലാം ഇതേണക്കുള്ള ഫേമസ് ഷെഫുമാരുടെ റെസ്റ്റോറൻറ്റിലിരുന്ന് കഴിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു ഓപ്പൺ എയർ പോലെയാണ്. അങ്ങനെ പിന്നെ ഇവിടുത്തെ വേറൊരു ലൈഫ് എന്ന് പറയുന്നത് ഇങ്ങനെ പാരറ്റിനെ വെച്ചുകൊണ്ട് നിൽക്കും. അപ്പം നമ്മൾക്ക് കയ്യിലോ നമ്മുടെ ഷോൾഡറിലോ വെച്ച് തരും ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി. അപ്പോൾ
അവർക്ക് നമ്മൾ പേ ചെയ്യണം. അങ്ങനെ ഒരുപാട് പേര് പല പല ഉപജീവന മാർഗ്ഗമാണ് കേട്ടോ. ആൾക്കാർക്ക് പല പല, ചിലവർ ഡാൻസ് കളിക്കാറുണ്ട്, മ്യൂസിക് അവിടെ ഇരുന്ന് പാടുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ 2 പോലീസുകാരെ കണ്ടപ്പോൾ എലിസബത്തിന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തു. പിന്നെ ഇത് കണക്ക് ഗേൾസുകൾ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവരോട് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ അവർക്ക് പേ ചെയ്യണം. അതിനായിട്ട് നമ്മുടെ പിറകെ വന്ന് വിളിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ M&Mൽ എത്തിയിട്ടുണ്ട്. കുറച്ച് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷൻ ഇട്ടിട്ടാണ് വന്നത് കേട്ടോ. കാരണം ഒരുപാടുള്ളതുകൊണ്ട് ഇച്ചിരി അതിൻ്റെ അകത്ത് തന്നെ ഒരുപാടുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോണിൽ ലൊക്കേഷൻ ഇട്ടിട്ടാണ് വന്നത്, സെർച്ച് ചെയ്ത് വന്നതാണ്. അങ്ങനെ അപ്പോൾ M&Mൻ്റെ സ്റ്റോർ M&Mൻ്റെ പ്രോഡക്റ്റ് ആണുള്ളത്. എല്ലാം ഉണ്ട്. ടീഷർട്ടായ ഇത്രയും പ്രോഡക്റ്റുകൾ ഡ്രസ്സ്, ടീഷർട്ട്, ചോക്ലേറ്റ് മാത്രമല്ല ഉള്ളത്. അതിൻ്റെ കുട്ടികളുടെ ഡ്രസ്സുണ്ട്, വലിയവർക്കുള്ള ടീഷർട്ട്, പിന്നെ പേസ്ട്രി, ബേക്കറി ഐറ്റംസ്, പിന്നെ ഇതേ കണക്കുള്ള ചെറിയ ചെറിയ ക്യൂട്ടായിട്ടുള്ള നല്ല ഇങ്ങനെ ബൗളുകളുണ്ട് ഇതിൻ്റെ അകത്തൊക്കെ. പക്ഷേ ഇതൊക്കെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളൊരു ബാക്ക് പാക്ക് ട്രിപ്പായിരുന്നു ഞങ്ങളുടേത്. അപ്പം തന്നെ അറിയാമല്ലോ, ഞങ്ങൾക്കൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ അവിടുന്ന് കാനഡയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം അത്ര വലിയ ഇമിഗ്രേഷൻ വലിയ പ്രശ്നമല്ല. പക്ഷെ നമ്മൾ തിരിച്ച് പോയപ്പോൾ ഞങ്ങൾക്ക് പണി എല്ലെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എനിക്ക് കണക്കുള്ള ക്യൂട്ടായിട്ടുള്ള കപ്സ് ഉണ്ട്, നമ്മളെ പോറേജൊക്കെ കുടിക്കുന്നത്. ഇതൊക്കെ $20 കേട്ടോ. പക്ഷേ അമേരിക്കൻ ഡോളറാണ്. നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കണം എത്രയാണെന്നുള്ളത്. പിന്നെ ഇങ്ങനെ സീരിയലൊക്കെ കഴിക്കുന്നത്, ഒരുപാട് ഐറ്റം. പിന്നെ കീ ചെയിൻ തൊട്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള സർവ്വതുണ്ട്. പില്ലോസ്, ബാഗ്, ഇതിൻ്റെ സഞ്ചികളാണ് M&Mൻ്റെ. അങ്ങനെ പിന്നെ ഒത്തിരി ഉണ്ട്. പിന്നെ നമ്മളൊരു പാക്കായിട്ട് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ ഒരു പാക്കായിട്ടൊക്കെ വാങ്ങിക്കാം. നല്ല ഇത് പില്ലോസാണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചാണ് ഇങ്ങനെ ഒന്ന് കാണിക്കുന്നത് കേട്ടോ. അതിൻ്റെ അകത്ത് എന്തെല്ലാം ഐറ്റംസ് ഉണ്ടെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് ഇത്രയും ഒന്ന് കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങളും വാങ്ങിക്കണോ വേണ്ടേന്ന് കുറേ പ്രാവശ്യം എടുത്ത് വെച്ച് നോക്കിയിട്ട് അവസാനം തിരിച്ചവിടെ തന്നെ അങ്ങ് വെച്ചു. കാരണം വെയിറ്റ് ഉണ്ടേ. അങ്ങനെ നോക്കിയപ്പോൾ ഒരു കാർ അവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ പിന്നെ അങ്ങോട്ട് പറയണ്ടല്ലോ, എല്ലാവരും തകർത്തങ്ങോട്ട് ഫോട്ടോ സെക്ഷനായിരുന്നു അവിടെ നിന്ന്. അങ്ങനെ എല്ലാവരും ഫോട്ടോസ് എടുത്തു. നല്ല ഭംഗിയായിരുന്നു, നല്ല ബ്രൈറ്റായിട്ടുള്ള ഒരു കളറ്. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഹേഴ്സി ചോക്ലേറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ M&M കഴിഞ്ഞു, ഹേഴ്സി ചോക്ലേറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട കിസസിൻ്റെ ഷോപ്പ് നിങ്ങൾക്ക് കാണാം. കിസസിൻ്റെ ഷോപ്പ് ഹേഴ്സി എന്നാണ്. ഇതാണ് ഹേഴ്സിൻ്റെ ഷോപ്പാണ് കേട്ടോ. മേടിൽ എഴുതിയിട്ടുണ്ട് ഹേഴ്സി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തോട്ട് കയറാൻ പോവുകയാണ്, ഹേഴ്സിയുടെ അകത്തോട്ട്. M&M സ്റ്റോറിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഹേഴ്സി ചോക്ലേറ്റ് വേൾഡിൻ്റെ സ്റ്റോറും ഉള്ളത് കേട്ടോ. ഇതും സെയിം തിങ് തന്നെയാണ്. നമുക്ക് M&M പോലെ തന്നെയാണ്. ഇതിൻ്റെ അകത്തും ഇല്ലാത്ത സാധനങ്ങൾ ഒന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ എല്ലാവരെയും കൊണ്ട് ഒരു ഹായ് പറയിപ്പിക്കുകയാണ് കേട്ടോ. അകത്തോട്ട് കയറുന്നവരെല്ലാം ഹായ് പറഞ്ഞിട്ട് പോകുന്നു. കാരണം ഞാൻ ഈ ക്യാമറയും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതിലൊന്നും ഇല്ലാത്തത് കേട്ടോ. ഇങ്ങനെ അകത്തോട്ട് കയറിയപ്പോഴത്തേക്കും തേണ്ട ഹേഴ്സി ചോക്ലേറ്റ് വേൾഡ് എന്നും പറഞ്ഞ് ഇങ്ങനെ വലുതായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ കാരണം M&M പോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാണിക്കേണ്ട എന്ന് വിചാരിച്ചു. പിന്നെ ഹേഴ്സിയുടെ തന്നെയാണ് കിസസും പിന്നെ റീസ് എന്ന് പറയുന്ന ചോക്ലേറ്റും ഒക്കെ ഇതിൻ്റെ തന്നെയാണ്, പ്രോഡക്റ്റ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അകത്തും സെയിം തിങ് ആണ്, എല്ലാം ഉണ്ട് കേട്ടോ. ഉപ്പിട്ട് കർപ്പൂരമര എന്നൊക്കെ പറയുന്ന പോലെ ഇതിനൊക്കെ ബേക്കറി ഐറ്റംസ് ആയാലും പിന്നെ കീ ചെയിന്, പില്ലോ, പ്ലേറ്റ്സ്, ഷർട്ടുകൾ എല്ലാം അതിലെല്ലാം ഹേഴ്സിയുടെ ഇത് എഴുതിയിട്ടുള്ളതാണ്. പിന്നെ അത് ഇതിൻ്റെ ചോക്ലേറ്റ് വെച്ചുള്ള ഒരു സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഇത് കൊടുത്തിട്ടുണ്ട് അവർ. അങ്ങനെ ഞാൻ ഇത് ഓടിച്ചങ്ങ് കാണിക്കുവാണ് കേട്ടോ. കാരണം നിങ്ങളും ടയേർഡായി കാണും, ഞാനും ടയേർഡായി പറഞ്ഞു. കാരണം ഇത് പറയാൻ പറ്റില്ല, നമുക്ക് കാണണം. ഒരു പ്രാവശ്യമെങ്കിലും ഇത് കാണണം കേട്ടോ. എന്നാലേ അത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ എന്താണ് ഇതിൻ്റെ അകത്തെന്ന്. നമ്മൾ വിചാരിക്കും ചോക്ലേറ്റ് മാത്രമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ചോക്ലേറ്റ് അല്ല കേട്ടോ, ഒരുപാട് പ്രോഡക്റ്റുകൾ ഇങ്ങനെ കീ ചെയിൻ തൊട്ട് ഈ ചെറിയ സാധനം തൊട്ട് അതിൻ്റെ അകത്ത് ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഇതിലെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പം എലിസബത്ത് അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തതാണ് കേട്ടോ. പിന്നെ ഇത് തന്നെ റീസിൻ്റെ കുറേ ഇങ്ങനെ ചോക്ലേറ്റ്സ് അവർ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് എടുക്കാം. വേ അനുസരിച്ചാണ് നമുക്ക് കൊണ്ടുപോയി അത് വേ ചെയ്തെടുത്ത് വാങ്ങിക്കാം.
വേൾഡ്സ് ലാർജസ്റ്റ് ചോക്ലേറ്റ് ബാറാണ് ഇത്. അപ്പോൾ താര എനിക്കൊരു മോഡലായിട്ട് നിന്ന് തന്നതാണ് കണ്ട്. അതേപോലെ തന്നെയാണ് ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം ഷോപ്പും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ സൈഡിലൊക്കെ നടന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാണ് കേട്ടോ. ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ട്, ഇങ്ങനെ നമ്മുടെ ഈ ജ്വല്ലറീസ് പോലെയൊക്കെ ഉള്ളതല്ലേ, അത് നല്ല ഭംഗിയുണ്ട്. താങ്ക് യു. അങ്ങനെ അപ്പോൾ ഞങ്ങൾ അതൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു സ്റ്റോളിലോട്ട് പോവുകയാണ് നമ്മൾ. ഞാൻ മേളിലോട്ട് കയറുകയാണ്. അപ്പോൾ ഇത് ഒരു റോസ് ഫോർ ലെസ് എന്ന് പറഞ്ഞൊരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണത്. ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ, ഒരുപാട് ഷോപ്സ് ഉണ്ട്. വാങ്ങിക്കാനാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്കിഷ്ടമുള്ളത് വാങ്ങിക്കാം. ഇങ്ങനെ ഇപ്പോൾ രാവിലെ തൊട്ട് ഇങ്ങനെ നമ്മൾ കുറേ സ്ഥലത്ത് M&Mലും ഹേഴ്സി ചോക്ലേറ്റിൽ അവിടെ എല്ലാം കയറിയാണ് വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതും കൂടെ കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ ഹോട്ടലിലോട്ട് പോകും. ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ കയറിയതാണ് ഈ ഷോപ്പിൽ. പക്ഷേ ബാഗ് കണ്ടപ്പോൾ എല്ലാവരും കൺട്രോൾ പോയി. ഇത് എല്ലാം ബ്രാൻഡഡ് നെയിമുള്ള ബാഗുകളായിരുന്നു. ടോമി ഹിൽ, ഗസ്, 9 വേസ്റ്റ് അങ്ങനത്തെ ബാഗുകളായിരുന്നു. പിന്നെ നല്ല സെയിലുമായിരുന്നു. എല്ലാവരെയും കൺട്രോൾ പോയി. ആക്രാന്തം പിടിച്ച് എല്ലാവരും 2-4 ബാഗുകൾ വാങ്ങിച്ചു കൂട്ടി. ഇതെല്ലാം കൂടെ താങ്ങി പിടിച്ചുകൊണ്ട് ഹോട്ടലിലോട്ട് പോവുകയാണ്. ഇനി ഇതെങ്ങനെ കൊണ്ട് അങ്ങ് എത്തിക്കും എന്നുള്ളത് ആർക്കും അറിയില്ല. കാരണം നമ്മളൊരു ബാക്ക് പാക്കുമായിട്ടുള്ള ആണ് വന്നത് കേട്ടോ. അപ്പോൾ തിരിച്ച് പോകുമ്പം ഇമിഗ്രേഷൻ ഭയങ്കര ടഫാണ് ഇവിടുന്ന് നമ്മൾ തിരിച്ച് പോകുമ്പോഴത്തേക്കും. എന്താണെന്നായാലും ബാഗ് കണ്ടപ്പോൾ എല്ലാവരെയും ടയർഡ്നെസ്സൊക്കെ മാറി. അങ്ങനെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നമുക്ക് പോകാമെന്ന് വിചാരിച്ച് എല്ലാവരും ഹോട്ടലിലോട്ട് വന്നു. എല്ലാവർക്കും ഒന്ന് കിടന്നോളാൻ വയ്യ, അത്രയ്ക്ക് ടയേർഡായി. രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോഴിപ്പം ഞങ്ങൾ എല്ലാവരും ഇവിടെ ഡ്രസ്സ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ വന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. ഇപ്പം സമയം ഏതാണ്ട് 7 മണിയാവുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ഡിന്നറിനായിട്ട് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് എല്ലാവരും. അപ്പോൾ പിന്നെ ഒരു വാട്ടർ ഫൗണ്ടൻ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്നു കുറച്ച്, പക്ഷേ ഇന്നിവിടെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കാണും. പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ സൈഡ് സീൻ കണ്ടിട്ട് ഒന്നുകൂടെ ഇങ്ങനെ ഞങ്ങൾ ഡിന്നറിനായിട്ട് റെസ്റ്റോറൻറ്റിൽ പോകും. അങ്ങനെ 7:30 ആയപ്പോഴത്തേക്കും എല്ലാവരും 2 മുറിയിൽ നിന്നൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ ഡിന്നറിന് പോകാൻ വേണ്ടിയാണ്. സാധാരണ ഇവിടെ ഡിന്നർ ടൈം 5:30 ഒക്കെയാണ് ഡിന്നർ ടൈം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ലേറ്റാണ്. അങ്ങനെ ഞങ്ങൾ വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ നടന്ന് തന്നെയാണ് പോകുന്നത്. അടുത്ത് തന്നെയാണ് കേട്ടോ. ഒരു പ്ലാനറ്റ് ഹോളിവുഡ് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ആൻഡ് റിസോർട്ടിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പോണ വഴിയിൽ വീണ്ടും എടുത്തതാണ് കേട്ടോ, വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇത് ഞാൻ മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. കാരണം രാത്രിയത്തെ വൈബ് ഒരു കുറച്ച് ഡിഫറെൻ്റാണ് കേട്ടോ. അത് കാണുമ്പോൾ നമ്മൾ എടുത്തു പോകുന്നതാണ് ആ ഭംഗി കാണുമ്പോഴത്തേക്കും. ഞാൻ എടുത്തപ്പോൾ എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞത് എത്ര പ്രാവശ്യം എടുത്തെന്നോ. പക്ഷെ ആ ഒരു വൈബിൻ്റെ കാണുമ്പോഴത്തേക്കും അങ്ങ് അറിയാതെ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അതേ ഇങ്ങനെ ഗേൾസൊക്കെ ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കാനാണ് അവരോട് നിന്ന് അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് പ്ലാനറ്റ് ഹോളിവുഡ് എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല. ഞങ്ങൾ വിചാരിച്ചു വാക്കിൻ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള PF ചാങ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റാണ്. ഇത് ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിപ്പോൾ അതിൻ്റെ അകത്തോട്ട് വന്നു. പക്ഷേ ഞങ്ങൾ 7 പേരുള്ളതുകൊണ്ട് തന്നെ അവർക്ക് സീറ്റ് അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഒരു 20 മിനിറ്റ്സ് എടുക്കും, ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുഴപ്പമില്ല, ആ സമയം നമുക്കൊന്ന് കറങ്ങാം, അതിൻ്റെ അകത്തൊക്കെ ഒന്ന് കാണാം, ഹോട്ടലിൻ്റെ അകമൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് കാണാൻ പോയി. അപ്പോൾ ഇതൊരു ഒരു റെസ്റ്റോറൻറ്റാണ്. അതിൻ്റെ അകത്തുള്ളത് തന്നെയാണ്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ അത് കാണാൻ. അത്രയും ഭംഗി എൻ്റെ വീഡിയോയിൽ വന്നിട്ടില്ല. അങ്ങനെ അപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്നപ്പോൾ പറഞ്ഞാൽ നമുക്ക് ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ എവിടെയും നമ്മൾ സമയം കളയാറില്ല, അപ്പോഴേ ക്ലിക്ക് ചെയ്യും. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ താഴോട്ട് എസ്കലേറ്റർ എടുത്ത് താഴോട്ട് വന്ന് അവിടേക്ക് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എല്ലാ ഹോട്ടലുകളിലും കുറേ ഷോസും ഡ്രാമാസും പിന്നെ ഇങ്ങനെ ഓരോന്ന് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ബൈക്ക് അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഫേമസ് മജീഷ്യൻ ആൻഡ് ഇല്യൂഷനിസ്റ്റായ ക്രിസ് ഏഞ്ചൽ ഉപയോഗിച്ച ഒരു സ്റ്റേജ് ഷോയിൽ യൂസ് ചെയ്തതാണ്. അപ്പോൾ ഈ ബൈക്കിൽ നിന്ന് ഒരു 3 ബ്യൂട്ടിഫുൾ ലേഡീസിനെ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിവിടെ ഇങ്ങനെ അവരൊരു ഗ്ലാസിൻ്റെ അകത്ത് ഇങ്ങനെ ഡിസ്പ്ലേ ആയിട്ട് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇച്ചിരി ഫേമസ് ആണ് ഈ ബൈക്ക്, അതാണ് കാര്യം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരിച്ച് ഈ റെസ്റ്റോറൻറ്റിൽ തന്നെ വന്നപ്പോഴത്തേക്കും അവർ നമ്മളെ ടേബിളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ അകത്ത് വന്നു. പിന്നെ അതിൻ്റെ അകം നല്ലൊരു വൈബായിരുന്നു കേട്ടോ. അതാണ് ഞാൻ കണ്ടോ ഒന്ന് എടുത്തതാണ് കേട്ടോ. കാണാൻ നല്ല ഒരു വിധം നല്ല നീറ്റ് ആൻഡ് വളരെ ടൈഡി ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ വെജിറ്റേറിയൻസും ഉണ്ടായിരുന്നു. ലേക്ക വെജിറ്റേറിയൻ ആയതുകൊണ്ട് കുറച്ച് വെജിറ്റേറിയൻ ഫുഡും ഓർഡർ ചെയ്തു. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഞങ്ങൾ സൂപ്പാണ് ഓർഡർ ചെയ്തത്. പിന്നെ ടെറിയാക്കി ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സാലഡ് ഓർഡർ ചെയ്തു. പിന്നെ നൂഡിൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രൈഡ് റൈസ്, പിന്നെ ഷ്രിമ്പ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അവസാനം ആർക്കും കഴിച്ച് തീർക്കാൻ പറ്റാത്ത അവസ്ഥയായി. എങ്ങനെയെങ്കിലുമൊക്കെ മുക്കി മൂളിയൊക്കെയാണ് എല്ലാവരും കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കിടന്നാൽ മതി എന്നായി. അങ്ങനെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ഹോട്ടലിലെത്തിയപ്പോഴത്തേക്കും അവിടെ ഫൗണ്ടൻ വാട്ടർ ഷോ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് അതും കണ്ടു. രാവിലെ മുതൽ ഞങ്ങൾ ഒരുപാട് പ്ലേസസ് കാണാൻ പോയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് നേരം നിന്നില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഡേ 2ൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡേ 3 ആൻഡ് ദ ലാസ്റ്റ് ഡേ ഇൻ ലാസ് വേഗസ് വീഡിയോ ഈസ് കമ്മിങ് സൂൺ. സോ സ്റ്റേ ട്യൂൺ and see you next video. Until then, bye and take care.